പാലായിൽ വിജയം ഉറപ്പാണെന്ന് NDA സ്ഥാനാർത്ഥി ഷോൺ ജോർജ്. രാഷ്ട്രീയ അടിമത്തമില്ലാത്ത മണ്ഡലമാണ് പാലായെന്നും പരമാവധി വോട്ടർമാരെ നേരിൽ കാണാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നും ഷോൺ ജോർജ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. അച്ഛനും മകനുമായല്ല BJP നേതാക്കളായിട്ടാണ് താനും PC ജോർജും മത്സരിക്കുന്നതെന്നും ഷോൺ ജോർജ് പറയുന്നു. ഷോൺ ജോർജാണ് നമ്മളോടൊപ്പം ചേരുന്നത്. പ്രാഥമികമായുള്ള പ്രചരണ പ്രവർത്തനങ്ങളെല്ലാം ആരംഭിച്ചു കഴിഞ്ഞു. എങ്ങനെയാണ് ജനങ്ങളിൽ ലഭിക്കുന്ന പ്രതികരണം? ഇതൊരു ആവേശമല്ലേ നമ്മളെ സംബന്ധിച്ചിടത്തോളം. ജനങ്ങളെ കാണുക, ഒരാളുടെ മുഖത്ത് നോക്കുമ്പോൾ നമുക്കറിയാം അത് നമുക്ക് അനുകൂലമാണോ അല്ലയോ എന്ന്. എനിക്ക് ഇന്ന് വരെ കിട്ടുന്നതിൽ 90% ആളുകളും, ഞാൻ കണ്ട ആളുകളിൽ ആ ശതമാനം ആളുകൾ എന്നോടൊപ്പമാണെന്നും ഈ പ്രസ്ഥാനത്തോടൊപ്പമാണെന്ന് എനിക്ക് നല്ല വിശ്വാസം. ഈ കണക്കിനപ്പുറത്തേക്കുള്ള പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? കണക്ക് പറഞ്ഞാൽ ഞങ്ങളിവിടെ 2004 ജയിച്ച പാർട്ടിയല്ലേ ഇവിടെ. 2004 10,000 വോട്ട് ഭൂരിപക്ഷം കൊണ്ട് പാലായിക്ക് രാഷ്ട്രീയ അടിമത്തമില്ലാത്തൊരു നിയോജകമണ്ഡലമാണ്. അങ്ങനെ ഒരു അടിമത്തത്തിന് കിട്ടില്ല. അതാത് സമയത്ത് സ്ഥാനാർത്ഥിമാരിൽ ആര് നാടിന് ഗുണം ചെയ്യും എന്ന് പാല വിലയിരുത്തും, അവർ വോട്ട് ചെയ്യും. ഇപ്രാവശ്യം അത് NDAയോടൊപ്പമാണ്. അച്ഛനും മോനും ജില്ലയിൽ മത്സരിക്കുന്നു എന്നുള്ളൊരു പ്രത്യേകതയുണ്ടല്ലോ. അച്ഛനും മോനും അല്ല, BJPയുടെ നാഷണൽ കൗൺസിൽ അംഗവും BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റും 2 നിയോജകമണ്ഡലത്തിൽ മത്സരിക്കുന്നു എന്നാണ് പാർട്ടി എന്നോട് പറഞ്ഞത്. ഞാനിതേ ചോദ്യം പാർട്ടിയോട് ചോദിച്ചപ്പോൾ പാർട്ടി എന്നോട് തിരിച്ചു പറഞ്ഞ ഉത്തരം അച്ഛനും മോനും അല്ല, ഒരാൾ ദേശീയ കൗൺസിൽ അംഗം പൂഞ്ഞാറിലെ മികച്ച സ്ഥാനാർത്ഥി, ഒരാൾ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പാലായിലെ മികച്ച സ്ഥാനാർത്ഥി, അത്രേ ഉള്ളൂ പാർട്ടി. ഈ പാലയെ സംബന്ധിച്ച് 3 സ്ഥാനാർത്ഥികളും വലിയ തരത്തിലുള്ള പ്രചരണ പരിപാടികളിലേക്ക് കടന്നു കഴിഞ്ഞു. ഒരു പക്ഷേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിലേക്കുള്ള പ്രചരണ പരിപാടികൾ എങ്ങനെയായിരിക്കും? മുമ്പ് ഞാൻ ചോദിച്ചതാണ്, ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. അല്ല, എനിക്ക് ഇതെല്ലാം പാർട്ടിയാണ് തീരുമാനിക്കുന്നത്, പ്രചരണ പരിപാടി എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ. ഞാൻ പാർട്ടിയോട് ആവശ്യപ്പെട്ടതാണ് എനിക്ക് പരമാവധി ആളുകളെ കാണാനുള്ള അവസരം ഉണ്ടാക്കണം എന്ന് മാത്രം പാർട്ടിയോട് പറഞ്ഞു. പാർട്ടി തീരുമാനിക്കുന്നത്. ഇന്ന് രാവിലെ എന്നോട് പാലായിൽ കട കയറണം, ആളുകളെ കാണണമെന്ന് പറഞ്ഞു. ഇന്നത് ചെയ്യുന്നു. സൂപ്പർ വേഗമാണല്ലോ, ഭയങ്കര വേഗതയിലാണല്ലോ പോകുന്നത്. സമയം കുറവാണല്ലോ, അതുകൊണ്ട് അല്ലെങ്കിൽ എനിക്ക് വേഗതയ്ക്ക് കുറവില്ല, എനിക്ക് നടപ്പ് ഭയങ്കര ഇഷ്ടമാണ്. ഏതാണെങ്കിലും പൂർണ്ണമായ ആത്മവിശ്വാസത്തിലാണ്. ഉറപ്പായും ഇത്തവണ പാലയിൽ മാറ്റമുണ്ടാകുമെന്നാണ് ഷോൺ ജോർജ് പറയുന്നത്. ക്യാമറമാൻ ശ്രീകുമാറിനൊപ്പം അജിത് ബാബു, ന്യൂസ് മലയാളം.